തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ പ്രാതലിന് വിഭവങ്ങൾ വെട്ടിച്ചുരുക്കി. 2 വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം വെട്ടിക്കുറച്ചു. ഉച്ചയ്ക്ക് ഊണുണ്ടാവില്ല. ബിരിയാണി മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. അഷിൻ ഡിയാഗോയുണ്ട് കോഫി ഹൗസിൽ. അഷിൻ, രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കോഫി ഹൗസിൽ ഇരിക്കുമ്പോൾ പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ പറയുമായിരുന്നു. മസാല ദോശ, നെയ് റോസ്റ്റ്, ചപ്പാത്തി, പൂരി, പൊറോട്ട, ഇങ്ങനെ സ്ഥിരം വിഭവങ്ങൾ ഒരുപാടുണ്ട് രാവിലെ. പക്ഷേ ഇപ്പോൾ കോഫി ഹൗസിലെ ഭക്ഷണ വിഭവങ്ങളിൽ ചില നിയന്ത്രണം വന്നു എന്നറിഞ്ഞു. പ്രാതലിന്, അത് ബ്രേക്ക്ഫാസ്റ്റിന്, രാവിലെ കാപ്പിക്ക് എന്ന് പറഞ്ഞാൽ മതി, പ്രാതൽ. അപ്പോൾ എന്താ രാവിലെ കാപ്പി കുടിക്കാനുള്ളത്? എന്തൊക്കെയാ ഭക്ഷണ വിഭവങ്ങളാ? വെട്ടിക്കുറച്ചിട്ടുണ്ടോ പലതും? അരുൺ സൂചിപ്പിച്ച പോലെ തന്നെയാണ് മലയാളികൾക്ക് കോഫി ഹൗസുകൾ എന്ന് പറയുമ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊക്കെ പണ്ട് ഈ ജേർണലിസം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പോയിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നത് കോഫി ഹൗസുകളിലൊക്കെ നിന്നാണ്. അവിടുത്തെ വെള്ളത്തിൽ പോലും ബീട്രൂട്ടിൻ്റെ കളറാണെന്ന് നമ്മൾ എപ്പോഴും കളിയാക്കി പറയാറുണ്ട്. ഞാനുള്ളത് വാൻഡ്രോസ് ജംഗ്ഷനിലെ കോഫി ഹൗസിലാണ്. ഇവിടെ കാണാം, ഈ ബോർഡിൽ കാണാം, ഏതാണ്ട് 90ഓളം വിഭവങ്ങൾ ഉള്ള ഒരു കോഫി ഹൗസിലാണ് ഞാനുള്ളത്. പക്ഷേ ഇതെല്ലാം വെട്ടിച്ചുരുക്കി 4ഓ 5ഓ ഭക്ഷണത്തിലേക്ക് മാത്രമായി, വിഭവങ്ങളിലേക്ക് മാത്രമായി കോഫി ഹൗസ് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണഗതിയിൽ ഇവിടെ മസാല ദോശ മുതൽ എല്ലാം കിട്ടുന്നതാണ്. പക്ഷേ ഈ ബുധനാഴ്ച മുതൽ ഈ കോഫി ഹൗസിൽ ലഭിക്കുന്നത് പൂരിയും അതുപോലെ തന്നെ ഇടിയപ്പവും മാത്രമാണ്. എല്ലാ കറികളും കിട്ടില്ല. മുട്ടക്കറി പോലുള്ള വലിയ കറികളൊന്നും കിട്ടത്തില്ല. ഒരു വെജിറ്റബിൾ കറി മാത്രമാണ് കിട്ടുന്നത്. ഉച്ച സമയങ്ങളിൽ നമുക്ക് നല്ല ചൂടോടുകൂടെ ചോറും പപ്പടവും ഒക്കെ ചേർത്ത് ഊണ് ലഭിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഊണുമില്ല. പകരം ബിരിയാണി മാത്രമേ ചുരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ എല്ലാ കോഫി ഹൗസുകളും പ്രവർത്തിക്കുമ്പോൾ പ്രതിദിനം വേണ്ടത് 4 സിലിണ്ടറുകളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയോടുകൂടി സിലിണ്ടറുകളെല്ലാം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിറകടുപ്പിലേക്ക് കോഫി ഹൗസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വാൻഡ്രോസ് ജംഗ്ഷൻ സമീപത്തെ ഈ കോഫി ഹൗസിൽ ഇവിടെ ചെറുതായി കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഈ വിറകടുപ്പിലേക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടാണ്. പക്ഷേ ഒരു ചേട്ടൻ എങ്ങനെയൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഗ്യാസിന്റെ പ്രതിസന്ധി അതിരൂക്ഷമാണല്ലേ? അതിരൂക്ഷമാണ്. ഇപ്പോൾ നമ്മുടെ കറികളുടെ എണ്ണമൊക്കെ കുറച്ചു, വളരെ മെനു ഒക്കെ ഒരുപാട് വെട്ടി കുറച്ചിട്ടുണ്ട് ഞങ്ങൾ. സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളതാണ്. എല്ലാവരും ഇവിടുന്ന് കഴിക്കുന്ന ആളുകൾ ഇങ്ങനെയെങ്കിലും കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ അല്ലേ രാവിലെ വിശന്നവർ. അതെ അതെ അതെ. ഇവിടെ നമുക്ക് മറ്റ് ചേട്ടന്മാരെ കൊണ്ട്, ചേട്ടാ, ഈ ഗ്യാസിന്റെ പ്രശ്നം അതിരൂക്ഷമാണ്. ഇപ്പം എന്തൊക്കെയാ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്? ഇപ്പം പൂരി മസാല, ഇടിയപ്പം മാത്രമേ ഉള്ളൂ. ഇത് വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബാക്കിയെല്ലാം ഇന്നത്തെ ഒരു ദിവസം എത്ര ഗ്യാസ്? 4 സിലിണ്ടർ വേണ്ടി വരും. ഓക്കെ അശ്വിൻ, അപ്പോൾ കോഫി ഹൗസിലും വിഭവങ്ങൾ വെട്ടിച്ചുരുക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് വേണം ഇനി ഹോട്ടലിലേക്കൊക്കെ കയറാൻ. അത് അത്യാവശ്യം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാമൂഹിക മാധ്യമങ്ങളിൽ ഈ LPG പ്രതിസന്ധി വന്നതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട വാചകം ഇപ്പോൾ സൂപ്പർ ഹീറ്റായിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. എല്ലാ വീട്ടമ്മമാരും എല്ലാ വീട്ടച്ഛന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്യാസിൻ്റെ കാര്യത്തിലാണ്. അനാവശ്യത്തിന് എടുക്കരുത്. ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിന് എടുക്കാതിരിക്കുകയുമരുത്.